Hi everyone, welcome to Lit Lab Learning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് മോഡലാണ്. സോ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ വാട്ട് ഇസ് ദ സൊസൈറ്റീസ് ഇക്കണോമിക് പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് നമുക്ക് ഈ സൊസൈറ്റിയുടെ ഇക്കണോമൈസിങ് പ്രോബ്ലത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമെന്നാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിഫോർ ടോക്കിംഗ് അബൌട്ട് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്സ് ദർ ആർ സർട്ടൻ അസംഷൻസ്. അപ്പം റോൾ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണ് നമ്മൾ മുൻപ് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇക്കോണമി ഈസ് എംപ്ലോയിങ് ഓൾ ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ്. അതായത് നമ്മുടെ ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുക. ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ആക്ച്വലി ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫിക്സഡ് റിസോഴ്സസ് ആണ്. ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഫിക്സഡ്. എന്തൊക്കെയായിരുന്നു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ക്വാളിറ്റിയും ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫിക്സഡ് ടെക്നോളജിയാണ്. ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ഈസ് കോൺസ്റ്റന്റ്. ടെക്നോളജിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, ഫിക്സഡ് ആണ്. ആൻഡ് ലാസ്റ്റ് അസംഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ദർ ഇസ് ടു ഗുഡ്സ്. അതായത് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്, രണ്ട് കമോഡിറ്റീസ് ആണ്, രണ്ട് ഗുഡ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി മുന്നോട്ട് പോകുന്നുള്ളത് എന്നാണ്. ഇനി നെക്സ്റ്റ്, വാട്ട് ഇസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ടേബിൾ. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ കാണാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ടേബിൾ ലിസ്റ്റ്സ് ദ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു പ്രൊഡക്ട്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ സ്പെസിഫിക് സെറ്റ് ഓഫ് റിസോഴ്സസ് അസ്യൂമിങ് ഫുൾ എംപ്ലോയ്മെന്റ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും അതേപോലെ തന്നെ ഗിവൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇക്കോണമിക്ക് എത്രത്തോളം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ കർവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റേറ്റിനെ, അതായത് എത്ര സാധനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ നമ്മൾ ഒരു ടേബിൾ വൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി പ്രൊഡക്ഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് പിസാസ് ആണ്, ദെൻ രണ്ടാമത്തത് റോബോട്ട്സ് ആണ്. അപ്പോൾ നോക്കിയേ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെന്ന് സപ്പോസ് വിചാരിക്കുകയാണെങ്കിൽ ആ എയിൽ നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എന്താണ് റോബോട്ട്സ് 10 യൂണിറ്റ്സ് ഓഫ് റോബോട്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0 യൂണിറ്റ് ഓഫ് പിസാസ് ആയിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ബിയിലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകും. ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണെങ്കിൽ നമ്മൾ 9 യൂണിറ്റ്സ് ഓഫ് റോബോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 1 യൂണിറ്റ് ഓഫ് പിസാസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി, ഇത് സത്യത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, പക്ഷേ ഇതേ കാര്യങ്ങളാണ്, ഈ ഡാറ്റയാണ് ആക്ച്വലി പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്ക് യു.